നമസ്കാരം, എന്റെ പേര് തിരുമല ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്കെങ്കിലും അറിയാം എന്ന് വിശ്വസിക്കുന്നു. അവനെനിക്കറിയാം, ആള് ഭയങ്കരനാ. അണ്ണാ, നിങ്ങൾ ഒരു പുലിയാണ് കേട്ടാ. പുലിയാ? ഓ, ആര്? അണ്ണായി. നീ പോടെ. സത്യം, പുലി. ഈ ജഗബോഗ എന്നുള്ള സീരിയലിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വളരെ മിടുക്കനായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, രാജാ സാഹിബ്. ഈയിടയ്ക്കാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് മറവിയുടെ അസുഖം തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഒരു ഇന്റർവ്യൂ കിടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യമാണ്, അദ്ദേഹത്തിന് മറവിയുടെ അസുഖമുണ്ട്. ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. ഈ തിരുമലചന്ദ്രൻ എന്നെ കാണാൻ വരുന്നത് ആദ്യം ഒരു പ്രോഗ്രാമിനാണ്. അന്ന് കരിമ്പനയിലെ ജയന്റെ ആക്ഷനൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഇന്ന് വരെ ഞാൻ സ്റ്റേജിൽ കരിമ്പനയുടെ വേഷം ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ചെയ്യുമ്പോൾ പോലും ഞാൻ ഇട്ടിരുന്നത് ബനിയനും, ബനിയന്റെ പുറത്തൊരു ഷർട്ടും ഒരു ബെൽ ബോട്ടം പാന്റും കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ നിൽക്കുന്നത് പോലും. ആ ഒരു കാലത്തില് ഒരു ബ്രേക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ശക്കീല തരംഗം മാറി നായകനെ വിളിച്ച് അതിനകത്ത് ജയനായിട്ട് അഭിനയിക്കാനായിട്ട് വന്നു. അപ്പൊ അന്ന് തിരുമലചന്ദ്രനാണ് ജയനെ ചെയ്തിട്ട് ജയന്റെ ഡ്യൂപ്പായിട്ട് ചെയ്ത് ഭയങ്കര തകർത്തിക്കുന്ന സമയമാണ്. പുള്ളി ഇച്ചിരി ഡിമാൻഡ് കൂടുതൽ പറഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ കൊടുത്ത് മലയാള സിനിമയിലെ നായകനായ ആളാണ് ഞാൻ. ഇദ്ദേഹം സിനിമയിൽ നായകനായ കഥ ഞാൻ പറഞ്ഞുതരാം. അവർ ഹാജരാക്കിയ അതേ കൺഫെഷൻ തന്നെയാണ് 6 മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ഈ നോവലിലുള്ളത്. ഒരു ദിവസം രാത്രിയിൽ അവിടുന്ന് എറണാകുളത്തിന് പോരുക. രാത്രിയിലെ ട്രെയിനാണ് കയറി. ഫുഡ് മേടിച്ചിട്ടില്ല. ആരെ വിളിച്ച് പറഞ്ഞൊരു വ്യക്തി ആഹാരം കിട്ടും. അപ്പൊ കൊല്ലംപുഴിയാണ് പോകുന്നത്. രാജാ സാഹിബ് ഇങ്ങനെ നേരെ രാജാ സാഹിബിന് ഞാനും CA പോളേട്ടനൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒന്നും കഴിച്ചിട്ടില്ല. ആ ട്രെയിൻ കൊല്ലത്ത് വരുമ്പോ എന്തെങ്കിലും ഒരു ആഹാരം നീ മേടിച്ചുകൊണ്ട് തരണം. അപ്പൊ അവൻ പറഞ്ഞു, ശരിയടാ, ഞാൻ എത്തിച്ചേക്കാം. കൊല്ലത്ത് വണ്ടി വന്നു. രാജ ഫുഡുമായിട്ട് വന്നു. ഞങ്ങളത് മേടിച്ചു, കഴിച്ചു. അന്ന് രാജാ സാഹിബ് എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് നീ സിനിമയിൽ എപ്പോഴെങ്കിലും എനിക്കൊരു അവസരം തരണം. ഇന്നിപ്പോ നീ എനിക്ക് ഈ സമയത്ത് അന്നം കൊണ്ട് തന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നിന്നെ സിനിമയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞു. യുവർ ഓണർ, ഇതാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. ഇതുപോലെ സംഭവം കഴിഞ്ഞിട്ട് 20 വർഷത്തോളമായി. 2022 ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ പോലും ഇദ്ദേഹം ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? 2001 സരികെ കളിക്കുന്നു. ജഗബോഗ സീരിയലൊക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എനിക്ക് പ്രോഗ്രാം ഉള്ളൊരു സമയമാണ്. അപ്പൊ രാജാ സാഹിബും തരുണും കൂടി എന്നെ വിളിക്കുന്നു, നാളെ രാവിലെ ആലപ്പുഴ വരണം, ഒരു സിനിമയുടെ ഒരു ചർച്ചയുണ്ട് വരണം. ഞാൻ പറഞ്ഞു വരാൻ പറ്റത്തില്ല, നിങ്ങൾ ശരി. അങ്ങനെ പരിപാടി കഴിഞ്ഞ് വെളുപ്പിന് തന്നെ ഞാൻ ബസ് കയറി ആലപ്പുഴ വരുന്നു. അവിടെ തരുണും രാജാ സാഹിബും എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ചന്ദ്ര, സംസാരിക്കുന്നതിന് മുമ്പ് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഒരു പ്രതിനിധിയായിട്ട് നീ വേണം സംസാരിക്കാൻ. ഈ പടത്തിൽ നമ്മൾ അഭിനയിക്കാൻ നമ്മൾ വില്ലിങ് ആണ്. ഇപ്പൊ ഇതിനകത്ത് രാജാ സാഹിബ് പറഞ്ഞിരിക്കുന്നത് 1.5 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. 1.5 ലക്ഷം അല്ല, 1 ലക്ഷം രൂപ തന്നാൽ മാത്രമേ നമ്മൾ അഭിനയിക്കൂ എന്ന് നീ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയാം, അതിനെന്താ കുഴപ്പം. പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ പേയ്മെന്റിന്റെ കേസ് എങ്ങനെയാണ്? അപ്പൊ നസീറൊക്കെ പറഞ്ഞു, ഈ പേയ്മെന്റ് ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയൊരു ചാൻസ് ആണ്, ഇത് കളയരുത്, പേയ്മെന്റ് ഒന്നും ചോദിക്കരുത്. ഇപ്പൊ ചന്ദ്രൻ അന്ന് ചോദിച്ചൊരു എമൗണ്ട് നമ്മുടെ മൊത്തം ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. അത്ര ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത്. ഞങ്ങൾ ആളൊന്നിന് 1 ലക്ഷം രൂപ. അയ്യോ, അപ്പൊന്നും നടക്കുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേട്ടാ, എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ഞാൻ പോവുക. അപ്പൊ അയാൾ ചോദിച്ചത് തെറ്റൊന്നുമില്ല. ആ സമയത്ത് അയാൾ അത് ചോദിച്ചാൽ അയാൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊടുക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറ്റമല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസമോ 2ാം ദിവസം എപ്പോഴോ എന്നെ തരുണ് വിളിച്ചു പറയുന്നു, ചന്ദ്ര, പടം നിന്റെ കയ്യിൽ നിന്ന് പോയി, അത് ചെയ്യുന്നത് രാജാ സാഹിബാണ്. വാശിപ്പുറത്ത് ഞാൻ പറഞ്ഞു, രാജാ സാഹിബ് ജയനാകട്ടെ പറഞ്ഞു. നീയാണ് ഈ പടത്തിലെ ഹീറോ, നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. രാജാ സാഹിബാണ് അന്ന് ജയനായിട്ട് അതിൽ അഭിനയിച്ചത്. സിദ്ദിഖ് സജഷൻ കൊടുത്തു, നല്ല പടമാണ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ നസീർ പ്രൊഡ്യൂസർ ആവുന്നു, നിസാർ പിന്നെ ഡയറക്ടർ ആവുന്നു, പിന്നെ രാജാക്ക പിന്നെ നായകനായ. എന്താ കുഴപ്പം? സോറി അണ്ണ, പിള്ളേര് അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും.